ഈ കാണുന്ന എല്ലാ തലങ്ങളിലുമുള്ള അറ്റാക്കുകൾ നടന്നിട്ടും സഭ നല്ല ഉണർവോടുകൂടി പോകുന്നത് കണ്ടില്ലേ? ആദ്യമേ ചെയ്യുന്നത് എന്താണ്? ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികരാണ് അതിൻ്റെ ശക്തി എന്ന് തിരിച്ചറിഞ്ഞ പൈശാചിക ശക്തിയിൽ ആ വൈദികർക്ക് സമൂഹത്തിലുള്ള സ്ഥാനം ഇടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ട് നടത്തിയ കുപ്രചരണങ്ങൾ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ കണ്ടു. എവിടെയും സഭയെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ഒരു പ്രൊഫസറിൻ്റെ കൈവിട്ട് ആ കേസ് വന്നപ്പോൾ അവരെങ്ങ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് കത്തോലിക്ക സഭയാണ് ഉത്തരവാദിത്ത. സഭ എന്നാ ചെയ്ത്? സഭ അതിനകത്ത് വീണ്ടും ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള കോംപ്രമൈസിങ്ങിലേക്ക് മാത്രമേ ഉള്ളൂ. അവിടെ തൊട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കേ. എന്നിട്ട് വൈദികൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു വൈദികൻ, ഇത്രമാത്രം 10,000-കണക്കിന് വൈദികരുള്ള ഒരു സമൂഹം തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അച്ഛന്മാരെ അറിയത്തില്ലേ? ഞാൻ വന്നതിന് ശേഷം എത്രയോ കൊച്ചച്ചന്മാർ കടന്നുപോയി. ദൈവത്തിന് ഇത് നന്ദി പറയണ്ട. ഇത്രയും നല്ല കൊച്ചച്ചന്മാർ തന്ന മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയും. അത് എന്തുകൊണ്ടാണ്? ദൈവകൃപ കൊണ്ട്, കർത്താവിൻ്റെ സഭയുടെ പരിശുദ്ധി കൊണ്ട് ഉണ്ടായതാണ്. അങ്ങനെ വന്നിരിക്കുന്ന ആ വൈദിക സാന്നിധ്യം എന്ന് പറയുന്ന ഈ ജനത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഈ ജനത്തെ ചിതറിക്കണമെങ്കിൽ ഈ വൈദികരെ ഇടിച്ച് താഴ്ത്തണം എന്ന വളരെ ബുദ്ധിപൂർവമായ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് എവിടെയെങ്കിലും ഏത് മനുഷ്യവർഗത്തിലാണ് എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകളുള്ള വ്യക്തികളില്ലാത്തത്? എല്ലാ സമൂഹത്തിലും ഇല്ലേ? പോലീസുകാരിലില്ലേ? എന്തുമാത്രം പോലീസുകാർ ആത്മഹത്യ ചെയ്ത് 10-29 പേര് ചെയ്യണം ആത്മഹത്യ. ഡോക്ടർമാരില്ലേ? എന്തുമാത്രം ഡോക്ടർമാർ ആത്മഹത്യ 11 പേര് ചെയ്യണം ആത്മഹത്യ ചെയ്യണം. ഏത് വിഭാഗത്തിലെടുത്താലും അവൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിന് സമ്മർദ്ദം ഇവൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കും. നിങ്ങളുടെ കുടുംബങ്ങളിൽ വന്നല്ലേ അച്ഛന്മാരും. അത് ചില ആളുകൾ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പർവ്വതീകരിച്ചുകൊണ്ട് കത്തോലിക്ക വൈദികൾ ഇങ്ങനെയാണ് എന്ന് എപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങൾക്ക്, ആ മാധ്യമ പ്രവർത്തനങ്ങൾക്ക് വിധേയരായി അത് കണ്ടും കേട്ടും പോകുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് അറിയാതെ വൈദിക വിദ്വേഷം കടന്നു വന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. അതിനിപ്പോൾ മാറ്റം വന്നു ഞാൻ പറഞ്ഞു വരും. അതിനിപ്പോൾ മാറ്റം വന്നു. തല്ലുകൊണ്ടാലേ പാഠം പഠിക്കുള്ളൂ. നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് മാറ്റം വന്നു. കാരണം എന്നാൽ എന്തുമാത്രം വലിയ പ്രതിഷേധങ്ങൾ ചങ്ങനാശ്ശേരിയിലും പൂഞ്ഞാറ്റിലും പാലായിലും ഒക്കെ നടന്ന മുഴുവൻ ചെറുപ്പക്കാരാണ്. ആൾക്ക് മനസ്സിലാകാൻ തുടങ്ങി ഇത് ഞങ്ങളുടെ സമൂഹത്തെ തകർക്കാനുള്ള പദ്ധതിയാണ് ഇവരുടെ കയ്യിലിരിക്കുന്നതെന്ന് മനസ്സിലാകാൻ തുടങ്ങി. അതുപോലെ മറ്റ് കലാ ആവിഷ്കാര രംഗങ്ങളിലൂടെ നടന്നുകൊണ്ടിരുന്നത് എന്താണ്? സന്യാസിനികളെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തന്നെ അറിയാം സഭയുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് സന്യാസമാണ്. ആരംഭം തൊട്ട് തന്നെ പക്കോമേസ് പുണ്യാളുടെ കാലം തൊട്ട് തന്നെ സഭയുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് സന്യാസമാണ്. അതിനെ തകർക്കണം. അതിനെ തകർക്കാൻ വേണ്ടി എന്തെല്ലാം പരിപാടികൾ കലാരംഗത്തൂടെ ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നത്. കക്കുകളി കേട്ടില്ലേ ഒരു സിനിമ? അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ പുതിയ ഈ വിഭാഗങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സിനിമയിലും ആ കലകളിലും ഒക്കെ ദുഷ്ട ക്യാരക്ടറുകൾ, അതാരായാലും ശരി, അങ്ങനെയുള്ളവരെ എന്തെങ്കിൽ വേശ്യയായിട്ട് പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ വളരെ മോശമായിട്ട് പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്, അല്ലെങ്കിൽ അഴിമതിക്കാരനായ ഒരു ധനാഠ്യന്, ഇതൊക്കെ അവരുടെ പേരെടുത്ത് നോക്കിക്കേ മുഴുവൻ ക്രിസ്തീയ നാമങ്ങളാണ്. എന്താ അതിൻ്റെ ഉദ്ദേശം? ഈ സിനിമ കണ്ട് ഇറങ്ങുന്നവർ വിചാരിക്കും ഈ ഒരു വർക്കം ക്രൈസ്തവർ എന്ന് പറയുന്നത് മോശമാണ് എന്നെ ചിന്തിക്കാം. സത്യത്തിൽ എന്താണ്? ഇത്രയും നോബിളായിട്ടുള്ളൊരു സമൂഹം, ഇത്രയും നന്മ ചെയ്യുന്നൊരു സമൂഹം, ഇത്രയും ഡീസൻ്റ് ആയിട്ടുള്ള സമൂഹം നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ എത്ര മനുഷ്യരെ ഇങ്ങോട്ട് വന്നിരിക്കും ഓരോ ദിവസവും. പകൽ രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ഈ വരുന്നവരെല്ലാം കത്തോലിക്കരൊന്നുമല്ല. സഹായാഭ്യർത്ഥനായിട്ട് വരുന്നവർ, പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നവർ, കൗൺസിലിനായിട്ട് വരുന്നവർ. ഇത്രയും നന്മ ചെയ്യുന്ന സമൂഹത്തെ തകർക്കേണ്ടത് പിശാചിൻ്റെ ആവശ്യമാണ്, പൈശാചിക ശക്തിയുടെ ആവശ്യമാണ്. അപ്പോൾ എന്ത് പറ്റി? നമുക്ക് നിഷ്കളങ്കമായി നമ്മൾ ജോലി ചെയ്തിഞ്ഞ് പോരുക. നിഷ്കളങ്കമായി കഴിഞ്ഞ 8-10 വർഷമായിട്ട് ചെയ്യുന്ന നന്മ ചെയ്തിഞ്ഞ് പോരുന്നു. കമ്മിറ്റഡായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കമ്മിറ്റഡായിട്ട് തൊഴിൽ പ്രസ്ഥാനങ്ങളിൽ, കമ്മിറ്റഡായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, കമ്മിറ്റായിട്ട് ഭക്തകൃത്യങ്ങളൊക്കെ ഇങ്ങനെ പോരുക. ഈ ശത്രുവിൻ്റെ അതിശങ്കരമായ കടന്നുവരവിനെ തിരിച്ചറിയാൻ മാത്രം നമുക്ക് എന്തുപറ്റി? വിവേകമില്ലാണ്ടുപോയി. കർത്താവ് പറഞ്ഞായിരുന്നു, നീ പ്രാവുകളെക്കുറിച്ച് നിഷ്കളങ്കരായിരിക്കണം, എന്നാൽ പാമ്പുകളെക്കുറിച്ച് വിവേകമുള്ളവരായിരിക്കണം. ആ വിവേകം ഇന്ന് സഭയിൽ ജനിക്കാൻ തുടങ്ങിയിരിക്കുന്നത് കാണുന്നത് ഞങ്ങളെപ്പോലെയുള്ളവർ, ദശാബ്ദങ്ങളുടെ അനുഭവമുള്ളവർക്ക് സന്തോഷകരമായൊരു കാര്യമാണ്. ഉണരാൻ തുടങ്ങി. ആ ഉണർവിലേക്ക് നമ്മൾ കടന്നു വന്ന് ആത്മധൈര്യം പ്രാപിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ നമ്മൾ പിള്ളേരെല്ലാം ഇട്ടേച്ച് പോകാൻ അവിടെ അങ്ങനെ ഇങ്ങനെ വീട്ടിലൊന്നും ആരെയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് കാവ്യനീതിയാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്.
അവരായും പോയതിന് ഒരു കുറ്റവുമില്ല, അവർ പൊക്കോട്ടെ. അവർ പോകുന്നിടത്ത് അവർ മുളയ്ക്കുകയും വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവർ പോകുന്നതെന്ന് പറഞ്ഞാൽ ആരും നിലവിളിക്കേണ്ട. ഇവിടെ നിലനിൽക്കുന്നവര് ആത്മശക്തി സംഭരിക്കാൻ കഴിയണം. നമ്മുടെ എണ്ണത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല നമ്മുടെ ശക്തി നിലനിൽക്കുന്നത്, ആത്മാവിൻ്റെ കരുത്ത് കൊണ്ടാണ്. സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ, കൂട്ടായ്മയിൽ ഒരുമയോടെ വർക്ക് ചെയ്യാനായിട്ട് ഇവിടെയുള്ള ആളുകൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ആ ജീവൻ തുടിക്കുന്ന ആ ആത്മീയ പ്രഭ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് കരുത്താവും, നമ്മുടെ ഹൃദയത്തിന് സന്തോഷമാവും. അതാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് പിള്ളേരെല്ലാം പോയെന്ന് പറഞ്ഞാൽ ആരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പൊക്കോട്ടെ. ഇവിടെയുള്ളവർ ഒരുമയോടുകൂടി വേണം.